ഹലോ. കൊച്ചിന് ഭയങ്കര വയ്യായതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസത്തൊട്ട് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. സഡന്നായിട്ട് ഫീവറും വീസിങ് എല്ലാം തുടങ്ങിയപ്പോൾ പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ആക്കി അഡ്മിറ്റായി. പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ക്യാനിലയിട്ടു. ഫസ്റ്റ് ടൈം ക്യാനിലയിട്ടു. ഭയങ്കര വിഷമായി പോയി. അത് ഒന്നുമല്ല, കൊച്ചിനെ എങ്ങനെ വേദനിക്കുമോ എന്ന് ഓർത്തിട്ടു. പിന്നെ കുറച്ച് ബ്ലഡ് എല്ലാം എടുത്ത് ബ്ലഡ് സാമ്പിൾ എല്ലാം എടുത്ത് അങ്ങനെ IV സ്റ്റാർട്ടാക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞു. പിന്നെ സപ്പോസിറ്ററി എല്ലാം കൊടുത്തപ്പോൾ ಎಲ್ಲಿಗೆ ಚುಚ್ಚಿದ್ರು ಮಗನೆ? ಎಲ್ಲಿಗೆ ಚುಚ್ಚಿದ್ರು? ಎಲ್ಲಿಗೆ ಚುಚ್ಚಿದ್ರು ಮಗನೆ? ಎಲ್ಲಿಗೆ ಚುಚ್ಚಿದ್ದು? കുറച്ച് ആശ്വാസമായി. പിന്നെ നെബ് തുടങ്ങി. അപ്പോൾ വീസിങ് എല്ലാം കുറഞ്ഞു. അങ്ങനെ അവൻ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി. പണ്ട് അവന് പിന്നെ സിസ്റ്റേഴ്സ് എവിടെ കുത്തി എന്ന് പറഞ്ഞെല്ലാം കാണിക്കുമായിരുന്നു. പിന്നെ പമ്പക്ക് കുറച്ച് ആശ്വാസം ആവുമ്പോൾ അവന് പുറത്ത് ഡോറ് കാണിച്ചിട്ട് അവിടെ പോകണമെന്ന് പറയുമായിരുന്നു. അവനൊക്കെ അവിടെ എല്ലാവരും ഈ ഇഞ്ചക്ഷൻ അതെല്ലാം പിന്നെ നെബ് അതെല്ലാം കണ്ടിട്ട് അവനക്ക് ഭയങ്കര പേടിയായിപ്പോയി. തിരിച്ചു പോകാമെന്ന് പറയുമായിരുന്നു എപ്പോഴും. പമ്പി ഇരുന്നോടു. പമ്പി നാളെ പോകണം. ഓക്കെ. നാളെ രാവിലെ പൊമ്പനെ കൊണ്ട് അച്ഛൻ പോക്ക് പോകുന്നുണ്ട്. കൊക്കു നോക്കിക്കോ. അവനെ സമാധാനപ്പെടുപ്പിക്കുന്നേ ഞങ്ങളുടെ വലിയ ടാസ്ക് ആയിരുന്നു. പിന്നെ വലിയ ആൾക്കാരാണെങ്കിൽ എങ്ങനെ സമാധാനിപ്പിക്കാം. പക്ഷെ കൊച്ചുങ്ങൾ അങ്ങനെയല്ല. പിന്നെ നെബ് കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമാവുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് ഈ പശുവിനെ കണ്ട അവനക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആ പശുവിന്റെ വീഡിയോ എല്ലാം കാണിച്ചുകൊണ്ട് എങ്ങനെയോ നെബെല്ലാം കൊടുത്തു. പിന്നെ അവന് ഈ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ പിന്നെ ഈ ക്യാനുലെല്ലാം ഒലിക്കാൻ തുടങ്ങി. ആക്ച്വലി തുഷാർ സൈലന്റേ ഉണ്ടാവത്തില്ല. പിന്നെ കൊച്ചിനെ ഇങ്ങനെ ആയതുകൊണ്ട് ഫുൾ ഓൺ സൈലന്റ് ആയിപ്പോയി. പിന്നെ ഇവന്റെ മുമ്പിൽ ഞാനും അങ്ങനെ ആയിപ്പോയി. അവന് പിന്നെയും പേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, പെട്ടെന്ന് വാസിയാവണേന്ന്. പിന്നെ ഞങ്ങളൊക്കെ അഡ്മിറ്റ് ആവാന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. പിന്നെ തുഷാർ പോയി കൊണ്ടുവന്നു. അങ്ങനെ രാവിലെ ആയപ്പോ പമ്പ് കുറച്ച് ഓക്കെ ആയി. അങ്ങനെ അവൻ ഉപ്മാ കുറച്ച് കഴിച്ചു. ഇന്നലേക്കാളും നല്ല മാറ്റമുണ്ട്. ഇന്നലെ ഫുള്ള് വീസിലായിരുന്നു. പിന്നെ ഫുള്ള് ടയേർഡായിരുന്നു. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി. അതാ എപ്പോഴും കൊച്ചിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എല്ലാം ശരിയാവും. പിന്നെ 3 hour നെബ് ഉണ്ടായതുകൊണ്ട് നെബ് അവനക്ക് അത്ര ഇഷ്ടമില്ല. അതാ പറയുന്നേ. പിന്നെ ഞങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനോ ഈ ഹീലായ പെട്ടുവല്ലോ, അതാ നെബ് എല്ലാം കൊടുത്തേ പെട്ടു. പിന്നെ ഇത് ഭയങ്കര സ്ലോ ആയി വെക്കുന്നേ കൊച്ചുങ്ങൾക്ക്. അത് പോകുമ്പോൾ ശരിയായി. തുഷാർ പിന്നെയും ഭയങ്കര വിഷമിച്ചു പോയി. പിന്നെ അവനക്ക് അവിടെ തന്നെ ജോലി ആയതുകൊണ്ട് പോയി വരുകയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പമ്പും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതാ അവനക്ക് ഭയങ്കര പേടി. എന്താ ശരിയാവട്ടെ പെട്ടെന്ന് എല്ലാ ദൈവങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് അവന് അവിടെ പോവായിരുന്നു. പിന്നെ വരുമായിരുന്നു പമ്പുവിനെ നോക്കാൻ. പിന്നെ നെബുലൈസേഷൻ എല്ലാം കൊടുത്തപ്പോൾ കുറച്ച് ഗുണമായി. അപ്പോൾ ഉറങ്ങി. പമ്പ് ടയേർഡായിട്ട് രാത്രി ഉറങ്ങില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉറങ്ങി. ഇപ്പോൾ എന്താ പറയുന്നു? സമാധാനായോ? ഹോ. Whoa. How. Oh. കൊച്ചുങ്ങളായപ്പോൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് എപ്പോൾ ദേഷ്യം വന്നിട്ട് ഒരു ക്യാനലാണെങ്കിൽ എന്തെങ്കിലും വലിക്കൂ. അപ്പോൾ നോക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ കൊച്ചുങ്ങള് ഈ സമയത്ത് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ സോഫ്റ്റായി പറയാൻ പെട്ടു. ഈ കಡೆ ബാ. ഈ കടെ ബാ.
ಬಾ ಪಚ್ಚಿ ಮಾಡೋಣ ಬಾ ಬರಲ್ಲ ಬಾ ಇಲ್ಲಿ കൊക്കോ കൊച്ചി ജുഷോ ഒരു മതാടി കൊക്കോ ശിംബു ആണേ നമ്മൾ ശിംബു ആണേ ഇതൊക്കെ പിച്ചുക്കോ പിച്ചുക്കോ ആക്കി വിട്ടല്ലേ പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാം പമ്പുവിനെ കുറെ ചോക്ലേറ്റ്സ് കൊടുത്തു. പിന്നെ കുറച്ച് ശരിയായപ്പോ അവനൊന്നും കേൾക്കുന്നില്ല. നമ്മളുടെ ഇത് എല്ലായിടത്തും കേറണം ചാടണം. അവന് ഈ 2 ദിവസം തൊട്ട് കിടക്കുന്നേ ഉള്ളല്ലോ. ഇപ്പൊ കുറച്ച് ആക്റ്റീവ് ആയപ്പോ ഫുള്ള് കേറണം, അവിടെ കേറണം, ബെഡിന്റെ അടി പോണം, പിന്നെ എല്ലാം വലിക്കാനോ തുടങ്ങി. പിന്നെ അവനെ ബെഡിന്റെ മുകളിൽ എടുത്ത് ഇരുന്ന് മടുത്തു. അപ്പൊ താഴെ നടക്കണം, ഓടണം, എല്ലാം വലിക്കണം, അങ്ങനെ തുടങ്ങി. പിന്നെ ബെഡിന്റെ അടി പോയിട്ട് തിരിച്ചു വരുന്നോ ഇല്ല. പിന്നെ വിളിച്ച് പിന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് എടുത്തിട്ട് തിരിച്ച് ബെഡിൽ കൊണ്ടുവന്നു. അത് അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് വരും. വിളിച്ചു വരുന്നില്ല, അവനെ ഇങ്ങനെ ഉണ്ട്. ഞങ്ങളെ വിളിച്ചാ പിന്നെയും അങ്ങോട്ട് പോകും. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലാതെ ബെഡിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോകാൻ നോക്കൂ, ശ്രമിക്കൂ. പിന്നെ എത്ര വിളിച്ചാലും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയോ അവനെ എടുത്തിട്ട് ബെഡിന്റെ മുകളിൽ എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി. പിന്നെ അവന്റെ ഓൾഡ് മെക്ഡൊണാൾഡ് പാട്ട് പാടിക്കൊണ്ട് ഇരുന്നു. Old MacDonald had a farm. Old MacDonald had a farm. Oh. ಇನ್ನು ಇತ್ತಿರೇ ಉಂಡು. ಇದಾಗಿದ ತಕ್ಷಣ ಹೋಗೋಣ.